25 രാത്രിയാണ് മറയൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചന്ദനമരം ഒരു സംഘം വെട്ടിക്കടത്തിയത്. എന്നാൽ 29-നാണ് ആശുപത്രി ജീവനക്കാർ മരം നഷ്ടപ്പെട്ടെന്ന വിവരം അറിയുന്നത്. ഇതിനു പിന്നാലെ ആശുപത്രി അധികൃതർ പോലീസിൽ പരാതി നൽകി. പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത്. ചന്ദനമോഷണ കേസുകളിൽ അടക്കം പ്രതിയായ മഹേഷ് ജയിലിൽ നിന്നും ഇറങ്ങിയതായി പോലീസിന് വിവരമുണ്ടായിരുന്നു. മഹേഷിന്റെ വീട്ടിൽ അപരിചിതർ വന്നുപോകുന്നതായി പോലീസിന് വിവരം ലഭിച്ചതോടെ അന്വേഷണം ആ വഴിക്ക് നീണ്ടു. മഹേഷിനെ തേടി പോലീസ് വീട്ടിലെത്തിയപ്പോൾ അജിത്തും അവിടെ ഉണ്ടായിരുന്നു. ചോദ്യം ചെയ്യലിനൊടുവിൽ ഇരുവരും കുറ്റം സമ്മതിച്ചു. പ്രതികളായ മഹേഷും അജിത്തും മറ്റു രണ്ടുപേരും ശിക്ഷിക്കപ്പെട്ട പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുമ്പോഴാണ് പരിചയപ്പെടുന്നത്. മറയൂരിൽ നിന്നും ചന്ദനം കടത്താൻ അജിത്ത് അടക്കം 3 പേരെ മറയൂരിലേക്ക് വിളിച്ചു വരുത്തിയത് മഹേഷാണ്. ജൂൺ 25-ന് രാത്രി മഹേഷും അജിത്തും ആശുപത്രി വളപ്പിൽ നിന്നും ചന്ദനമരം മുറിച്ച് സമീപത്തെ CSI പള്ളി വളപ്പിലിട്ട് വെട്ടി കഷ്ണങ്ങളാക്കി. പിന്നീട് 1 കിലോമീറ്റർ അകലെ മാശിവയലിലുള്ള വീട്ടിലെത്തിച്ചു. 27-ന് മറയൂരിൽ നിന്നും മൂന്നാറിലേക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ബിഗ് ഷോപ്പറിൽ ചന്ദനം ഒളിപ്പിച്ചു കടത്തി. ചട്ടമൂന്നാറിൽ മറയൂരിൽ നിന്ന് വരുന്ന എല്ലാ വാഹനങ്ങളും പരിശോധിച്ച ശേഷമേ കടത്തിവിടൂ. ഇത് മറികടക്കാൻ ചെക്ക് പോസ്റ്റിൽ എത്തുന്നതിന് മുൻപ് സമീപത്തുള്ള അമ്പലത്തിൽ കാണിക്കിടണമെന്ന് പറഞ്ഞ് ബിഗ് ഷോപ്പറുമായി മഹേഷും അജിത്തും പുറത്തിറങ്ങി. ചെക്ക് പോസ്റ്റിനപ്പുറം വെച്ച് വീണ്ടും ഓട്ടോറിക്ഷയിൽ കയറിയാണ് പ്രതികൾ മൂന്നാറിലെത്തിയത്. ഇവിടെ കാത്തുനിന്ന തിരുവനന്തപുരത്തുള്ള മറ്റു 2 പേരുടെ കൈവശം ചന്ദനം കൈമാറി. അതിനുശേഷം മഹേഷും അജിത്തും മറയൂരിലേക്ക് തന്നെ മടങ്ങുകയായിരുന്നു. ചന്ദനം മുറിക്കാൻ ഉപയോഗിച്ച വാള് അജിത് കുമാർ ആശുപത്രി വളപ്പിൽ നിന്നും എടുത്ത് പോലീസിന് നൽകി. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. മറ്റു പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.